ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ 2000 വർഷങ്ങളായിട്ട് ഉള്ളൊരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ആ സമൂഹത്തിൻ്റെ പരമോന്നതമായ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജൂലൈ 3 ദുഃഖാന തിരുനാൾ ദിവസം. അപ്പോൾ ആ ഒരു തിരുനാൾ ദിവസം ഒരു പൊതു അവധിയായിട്ടോ അല്ലെങ്കിൽ നിയന്ത്രിത അവധിയായിട്ടോ മാറ്റിത്തരേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രിത അവധി ആക്കി തരണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുകയാണ്. കാരണം 1996 വരെ അവധി ഉണ്ടായിരുന്നൊരു ദിനത്തെ കോൺഗ്രസ് സർക്കാർ കാലഘട്ടത്തിലാണ് ആ അവധി എടുത്ത് മാറ്റിയൊക്കെ ചെയ്തത്. അപ്പം പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ സമുദായത്തിന് ആ ദിവസം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും എന്നാൽ അതേസമയം അവധി ഇല്ലാത്തത് കൊണ്ടും നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടും അത് സർക്കാരിനെതിരായിട്ടുള്ള ചില പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ പ്രക്ഷോഭം മീൻസ് ഒരു എതിരഭിപ്രായത്തിലേക്ക് പോലും പലപ്പോഴും പോകാറുണ്ട്. അപ്പം സർക്കാർ അത് കരുതിക്കൂട്ടി ചെയ്യുകയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ലെവലിൽ പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ അതിന് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കണം, അതിന് അവധിയാക്കി തരണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ EWS കമ്മീഷൻ ഇവിടെ നിലവിൽ വന്നായിരുന്നു. ആ വന്നൊരു കമ്മീഷൻ്റെ സമയത്ത് ആദ്യം ഇത് നടപ്പിലാക്കാനായിട്ടൊരു കമ്മീഷൻ വന്നു. ആ കമ്മീഷൻ തൈക്കാൽ കസ്റ്റോസിയൻസുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്താണ്. ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ ക്രൈറ്റീരിയ മാനദണ്ഡത്തെ പറ്റി പഠിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 3 വർഷം കൂടുമ്പം അത് പുതുക്കുക എന്ന രീതിയിലേക്ക് കമ്മീഷൻ പറയുകയും, എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും അതിനകത്തൊരു പുതുക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ നിൽക്കാതെ ഇപ്പം ഒരു 2-3-4 വർഷങ്ങളായിട്ട് ഒരു ക്രൈറ്റീരിയയിൽ, ഒരു മാനദണ്ഡത്തിൽ ഒരു പുതുക്കലുകൾ വരുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് 5 ഏക്കർ ഭൂമി കേരളത്തിൽ 2.5 ഏക്കർ ഭൂമിയായിട്ട് പരിമിതപ്പെടുത്തി, കേന്ദ്ര സർക്കാരിൻ്റെ 8 ലക്ഷം പരിധി കേരളത്തിൽ 4 ലക്ഷം പരിധിയായിട്ട് പരിമിതപ്പെടുത്തി. അങ്ങനെ ധാരാളം നിബന്ധനകളിലൂടെ ആർക്കും തന്നെ അത് കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയും അങ്ങനെ കുറേ നൂലാമാലകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഒരു കമ്മീഷനെ പ്രത്യേകമായിട്ട് നിയമിച്ച് അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ സലിം ദാസ്.